നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ ചർച്ച നടക്കാനിരിക്കെ ഗസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പലസ്തീനികളോടും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന്റെ തന്ത്രം മാത്രമാണ് ഒഴിഞ്ഞുപോകൽ ഭീഷണിയെന്ന് ഹമാസ് തിരിച്ചടിച്ചു. അതിനിടെ ഇസ്രായേൽ മിനി മന്ത്രിസഭാ യോഗം ചേർന്നു. കെയ്റോയിലും ദോഹയിലുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പലസ്തീനിൽ കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ. ഇന്നലെ മാത്രം ഗസയിൽ 54 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിലെ ദേർഗർ അൽ ബലാഹിൽ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു ബോംബ് വർഷം. വ്യോമാക്രമണത്തിൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ 3 വീടുകൾ തകർന്ന് 5 കുട്ടികളടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്തു. കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള ആഹ്വാനമെന്ന് സൈന്യം പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണിതെന്നും ആരും ഒഴിഞ്ഞു പോകേണ്ടതില്ലെന്നും ഹമാസ് പ്രതികരിച്ചു. 9 മാസത്തിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 38,200-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. 88,000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ധനക്ഷാമം കാരണം ഗസയിൽ ഒരു ആശുപത്രിയുടെ കൂടി പ്രവർത്തനം നിലച്ചു. ഗസയിലെ 36 ആശുപത്രികളിൽ 13 മാത്രമേ ഇപ്പോൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ. കെയ്റോയും ദോഹയും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള കൂടിയാലോചനകൾ ഇന്നലെയും തുടർന്നു. അമേരിക്കൻ കോർഡിനേറ്റർ മർഗൂർഗ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തി. ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ വേണം എന്നുതന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.